വണ്ടൂർ അത്താണിക്കയത്തെ ബീവറേജ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് മേഖലാ കോൺഗ്രസ് കമ്മിറ്റി സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. AP അനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ആരെങ്കിലും അത്തരം രീതിയിൽ പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ അവരെ മാതൃകാപരമായി ശിക്ഷിക്കുവാനും ഒക്കെ പോലീസ് തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത്തരം പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ കഴിയും. പക്ഷെ അത്തരം കാര്യങ്ങളിൽ നിന്ന് പോലീസ് ഇടപെടുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് വളരെ ശക്തമായ രീതിയിൽ പോലീസിന് മുന്നിൽ പറയാനുള്ളത്. അതുകൊണ്ട് നിലവിലുള്ള സമീപനത്തിൽ മാറ്റം വരണം. മദ്യപിക്കുവാൻ തുറന്ന സ്ഥലങ്ങളിൽ മദ്യം വാങ്ങുവാനുള്ള അവകാശമുണ്ട്. പക്ഷേ മദ്യം തുറന്ന സ്ഥലങ്ങളിൽ നിന്ന് ഉപയോഗിച്ചുകൊണ്ട് അനാശാസ്യ പ്രവർത്തനം നടത്തുവാനും നിയമ സംരക്ഷണം നൽകുന്നില്ല ഒരാൾക്കും. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നിയന്ത്രിക്കുക എന്നുള്ളത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് വളരെ കർക്കശമായി തന്നെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. ഈ സമരവുമായി ബന്ധപ്പെട്ട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇവിടെ UDF ഭരിക്കുമ്പോൾ ടൗണിലുണ്ടായിരുന്ന ബീവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റ് മാറ്റിയവരാണ് ഞങ്ങൾ, കോൺഗ്രസ് UDF. അത്താണിക്കയത്ത് ബീവറേജ് അടച്ചുപൂട്ടുക, സ്ത്രീകളുടെയും കുട്ടികളുടെയും സൗരവീതം ഉറപ്പുവരുത്തുക, പോലീസ് നീതി പാലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മേഖലാ കോൺഗ്രസ് കമ്മിറ്റി സായാഹ്ന ധർണ സംഘടിപ്പിച്ചത്. മാളിയേക്കൽ രാമചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. കാളികാവ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി K. അലക്സ് മുഖ്യപ്രഭാഷണം നടത്തി. KT അജ്മൽ, കാപ്പിൽ മുരളി, T. വിനയദാസ്, ഷെരീഫ് തുറക്കൽ, M. ദസാബുദ്ദീൻ, പട്ടിക്കാടൻ സിദ്ദീഖ് എന്നിവർ സംബന്ധിച്ചു. ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ? എങ്കിൽ വരൂ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക്. മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, LED TV, മിക്സി, ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം. കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും, ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും. മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസസ് പാർട്ണർ സോഡിയാക് ഇലക്ട്രോണിക്സ്, ട്രാഫിക് സർക്കിൾ, കോട്ടപ്പടി, മലപ്പുറം.